ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രുക്കുവും മഞ്ജുവും കൂടി സംസാരിക്കുകയാണ്. ജയക്കാണ് ആ പത്രവാർത്ത കൊടുത്തതെന്ന് അവരറിയുന്നുണ്ട്. മഞ്ജു ചോദിക്കുന്നുണ്ട്, രുക്കു അയാളിതെങ്ങനെ അറിഞ്ഞു, അയാൾക്ക് ഇതിൽ എന്താണ് ഇടപെടേണ്ട ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അർച്ചന ചേച്ചിയുടെ ഇഷ്ടക്കാരനാണല്ലോ JK. ചേച്ചിയെല്ലാം അയാളുടെ മുന്നിൽ വിളമ്പിയിട്ടുണ്ടാവും. എഴുത്തുകാരനാണല്ലോ, ഓഫീസിൽ നല്ല ബന്ധമുണ്ടാവും, അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ന്യൂസ് വന്നതെന്നൊക്കെ രുക്കു അങ്ങനെ ദേഷ്യത്തോടെ പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, അപ്പൊ ചേച്ചിയും JKയും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്ന് പറയുന്നത് സത്യമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം, അത് സത്യം തന്നെയാണ് ഉള്ളവർ. പക്ഷേ സത്യം മനസ്സിലാക്കാനാണല്ലോ PhD എടുക്കേണ്ടത്. അയാളുടെയും അവരുടെയും ഒളിച്ചുകളി അവസാനിപ്പിച്ചു കൊടുക്കണം, സഹിതം കിട്ടണം രണ്ടിനെയും നമ്മുടെ കൺമുന്നിൽ. എന്നാലേ അച്ചുവിനെ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയൂ. മറ്റുള്ളവരുടെ എല്ലാം തലയിൽ അർച്ചനേച്ചിയെ പറ്റിയുള്ള വിശ്വാസം ഡിയേറിയിരിക്കുകയല്ലേ, ആ വിശ്വാസം തകർക്കണം, എങ്കിലേ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കൂ എന്നങ്ങനെ രുക്കു പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്നാലും അർച്ചനേച്ചി ഇതുപോലെ അധപതിച്ചു പോയല്ലോ, JKയും അർച്ചനേച്ചിയും ഇതുപോലെ അടുക്കുമെന്ന് ഞാനൊട്ടും കരുതിയില്ല. മഞ്ജു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, രണ്ടുപേരുടെയും ഈ ബന്ധം പോകുന്നത് തീച്ചുളയിലേക്കാണ്. കുടുംബം എന്തായാലും അതിൽ വീണ് കത്താൻ പോവുകയാണ് എന്നങ്ങനെ രുക്കു മഞ്ജുവിനോട് പറയാണ്. അതിനുശേഷം വെടിപ്പിന് പോവാനായി ചന്ദ്ര പോയി കുളിച്ച് ലോക്കപ്പിലേക്ക് വരികയാണ്. അപ്പോഴാണ് കൂടെയുള്ള സ്ത്രീ സാരിയെല്ലാം ഉടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടി കെട്ടുന്നത് കാണുന്നത്. ചന്ദ്ര അപ്പൊ മനസ്സിലെങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവർക്ക് ഇത് എവിടെ നിന്നാണ് ഒരുങ്ങാനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയത് എന്നങ്ങനെ ചിന്തിച്ച് താഴേക്ക് നോക്കുമ്പോഴാണ് ആര്യ തനിക്കായി കൊണ്ടുവന്ന മേക്കപ്പ് സാധനങ്ങളും സാരിയുമെല്ലാം ഇവരെടുത്ത് കൊടുത്തിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നത്. ചന്ദ്രയ്ക്ക് അത് കണ്ട് ദേഷ്യം വരികയാണ്. ചന്ദ്രൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡി ഇത് എന്റെ സാരിയല്ലേ, ഇതെല്ലാം എന്തിനാണ് നീ എടുത്ത് ഉപയോഗിച്ചത്? എന്റെ മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സൊന്നും ഞാൻ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാറില്ല, വീട്ടിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് എന്റെ സാരി മര്യാദയ്ക്ക് അഴിച്ചു താടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീ പറയുന്നുണ്ട്, എന്തായാലും ഈ സാരി ഇപ്പൊ അഴിച്ചു തരാനായി കഴിയില്ല, അത്ര അത്യാവശ്യമാണെങ്കിൽ എന്റെ ചുരിദാർ ഉണ്ട് അതെടുത്ത് ഇട്ടോ എന്നങ്ങനെ പറയാണ്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, എനിക്ക് എന്റെ സാരി വേണമെന്ന് പറഞ്ഞ് സ്ത്രീയോട് വഴക്കുണ്ടാക്കുകയാണ്. സാരി പിടിച്ച് വലിക്കാനായി നിൽക്കുന്നതും ആ സ്ത്രീ പറയുന്നുണ്ട്, നീ എന്റെ സാരിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ സാരിയും അഴിക്കുമെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അടിയുണ്ടാവുകയാണ്. ആ സ്ത്രീ പിടിച്ച് ചന്ദ്രയുടെ കരണത്തടിക്കുകയാണ്. തിരിച്ച് ചന്ദ്രയും ആ സ്ത്രീയുടെ കരണത്തടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിയുണ്ടാവുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് രണ്ട് വനിതാ പോലീസുകാർ വന്നിട്ട്, എടി നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഇവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയാണ്. അപ്പോഴേക്കും അച്ചു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഒരു വനിതാ പോലീസ് പറയുന്നുണ്ട്, സാർ ഇവര് രണ്ടുപേരും നല്ല അടിയായിരുന്നു, ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചേനെ എന്ന് പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, എന്റെ സാരിയും മേക്കപ്പ് സാധനങ്ങളെല്ലാം ഈ സ്ത്രീ ഉപയോഗിച്ചു, ഇവരെന്തിനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്, ഇതെല്ലാം എന്റെയാണ്. ഒന്നാമതേ എനിക്ക് ഈ റൂം ഒട്ടും പറ്റിയിട്ടില്ല, ഇതൊരു ദുർഗന്ധമാണ് ഈ ലോക്കപ്പിനുള്ളില്, നിങ്ങൾക്ക് നല്ല ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇതൊന്ന് വൃത്തിയാക്കി ഇട്ടൂടെ, എനിക്ക് എന്റെ സാരിയും മേക്കപ്പ് സാധനങ്ങളെല്ലാം വേണമെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങാൻ ഇത് ബ്യൂട്ടി പാർലർ അല്ല, മര്യാദയ്ക്ക് ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു വനിതാ പോലീസുകാരോട് പറയുന്നുണ്ട് ആ സ്ത്രീയെ അവിടെ നിന്നും മാറ്റിയെന്ന്. അങ്ങനെ ചന്ദ്രയോട് കൂടെയുള്ള ആ സ്ത്രീയെ ആ റൂമിൽ നിന്നും മാറ്റിയാണ്. അതിനുശേഷം അച്ചു അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ ചന്ദ്ര അച്ചുവിനോട് വളരെ സൗമ്യമായി സംസാരിക്കുകയാണ്. അച്ചു, നമ്മളെല്ലാം ബന്ധുക്കളല്ലേ, നിനക്ക് എന്നെ ഇവിടെ നിന്നും ഇറക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അച്ചു പറയുന്നുണ്ട്, ആ ഇറക്കാം, ഒരു അരമണിക്കൂർ കഴിയട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങളെ ഇതിന് പുറത്ത് ഇറക്കാമെന്ന് പറയാണ്. ചന്ദ്രയ്ക്കപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നീ ശരിക്കും എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കാം, തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ അത് കേട്ട് ആകെ ഷോക്കാവുകയാണ്. നീ എങ്ങനെ എങ്ങോട്ടേക്കാണ് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അത് ആ സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അച്ചു അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രയെ തെളിവെടുപ്പിനായി അമ്പാട്ട് വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അമ്പാട്ടിലാണെന്ന് അറിയുന്നതും ചന്ദ്ര ആകെ ഷോക്കാവുന്നുണ്ട്. നീ എന്നെ ഇങ്ങോട്ടേക്കാണോ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, തെളിവെടുപ്പ് നടത്തേണ്ടത് ഇവിടെ അല്ലേ, ക്രൈം നടന്നത് ഇവിടെ വെച്ചിട്ടല്ലേ, ഈ വീട്ടിൽ നിന്നാണ് മുക്കുപണ്ടം കൊണ്ടുപോയത്, അതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയണ്ടേ, അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എന്തായാലും നിങ്ങൾ ഇറങ്ങുമെന്ന് അച്ചു അങ്ങനെ പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഈ വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഇറങ്ങില്ല എന്ന് പറയാണ്. അച്ചു അപ്പൊ ദേഷ്യപ്പെടുന്നുണ്ട്, ഈ വീട്ടിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, മുമ്പ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കയറി ഇറങ്ങിയ വീടല്ലേ, പോലീസ് പറഞ്ഞത് അനുസരിച്ചാൽ നിങ്ങൾക്ക് അപമാനമൊന്നും ഉണ്ടാവില്ല, അല്ലാതെ ജാടയോ മൊടയോ കാണിച്ചാലുണ്ടല്ലോ ബാട്ടുമുറ്റത്ത് വെച്ചിട്ട് നിങ്ങൾ നാണം കേടും, എന്തായാലും ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. വനിതാ പോലീസുകാർ ചേർന്ന് ബലമായിട്ട് തന്നെ ചന്ദ്രയെയും വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്പാട്ടിലുള്ള എല്ലാവരും തന്നെ ഉമ്മറത്തേക്ക് വരികയാണ്. ചന്ദ്രയെ കണ്ട് രുക്കുവും മഞ്ജുവും ആകെ പേടിച്ച് വരച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഉമ്മയും മുകുന്ദൻ അപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് ഇപ്പൊ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, തെളിവെടുപ്പിനായിട്ടാണ് ചന്ദ്ര ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, പോലീസുകാരെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് പറയാണ്. മഞ്ജു അങ്ങനെ പേടിച്ചു വരച്ചുകൊണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരിനി എന്റെ പേരെങ്ങാനും പറയുമോ, എന്തായാലും ഇവര് കാണാത്ത രീതിയിൽ മാറി നിൽക്കാമെന്ന് പറഞ്ഞ് രമ്യയെ പിടിച്ച് അങ്ങോട്ടേക്ക് നിർത്തി രമ്യയുടെ പിന്നിലേക്ക് മഞ്ജു മറഞ്ഞു നിൽക്കുകയാണ്. രമ്യ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവരെ തെളിവെടുപ്പിനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ, അപ്പൊ നമ്മളെയൊക്കെ ചോദ്യം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, തെളിവുകൾ കിട്ടിയതിനു ശേഷം അവര് ഇവിടുന്ന് പൊയ്ക്കോളുമെന്ന് പറയാണ്. രുക്കു മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രേച്ചിയെ തെളിവെടുപ്പിനായി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വല്ലാത്ത നാണക്കേടായല്ലോ, ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പുറത്തെങ്ങാനും പോയേനെ എന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പൊ എല്ലാരോടുമായി പറയുന്നുണ്ട്, ആരും ടെൻഷൻ ആവണ്ട, ഇവരെ തെളിവെടുപ്പിനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയാണ്. എന്നിട്ട് അച്ചു ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ എങ്ങനെയാ ഇവിടെ വെച്ചിട്ട് തന്നെ തെളിവെടുപ്പ് തുടങ്ങാലേ, മുക്കുബണ്ടങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത് ഞാൻ ഇവിടെ ഒരു കാറിലാണ് കൊണ്ടുവന്നത് എന്ന് പറയാണ്. ചുവപ്പ് ചോദിക്കുന്നുണ്ട്, തൊണ്ടി മുതൽ കാറിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അത് ഈ വീട്ടിൽ ആരെയാണ് ഏൽപ്പിച്ചത് എന്ന് അച്ചു ചോദിക്കുമ്പോൾ ചന്ദ്ര മഞ്ജുവിനെയും രുക്കുവിനെയും ചോദിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ തല കുനിച്ച് നിൽക്കുകയാണ്. രുക്കു ആണെങ്കിൽ ചന്ദ്രയെ നോക്കി എന്റെ പേര് പറയരുത് എന്ന് അപേക്ഷിക്കുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, ഞാൻ ആ മുക്കുബണ്ടം ഇവിടെ ആരെയും ഏൽപ്പിച്ചില്ല, നേരെ കൊണ്ടുപോയി അകത്തു വെച്ചു എന്ന് പറയാണ്. പിന്നീട് അകത്തെ തെളിവെടുപ്പിനായി ചന്ദ്രയെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ അർച്ചനയുടെ മുന്നിൽ നാണം കെട്ടിട്ടും അഹങ്കാരം കുറയ്ക്കാതെ അർച്ചനയോട് പറയുന്നുണ്ട്, ഈ തെളിവെടുപ്പ് കൊണ്ടൊന്നും ചന്ദ്രകാന്തത്തിലെ ചന്ദ്രയെ പൂട്ടാൻ പറ്റില്ല അർച്ചനയെ, നിനക്ക് ഞാൻ പുറത്തു വരും, എനിക്ക് ചതിയൊരുക്കിയ നീയും നിന്റെ അനിയനും അനുഭവിച്ചിരിക്കും എന്ന് ചന്ദ്ര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ പുറത്തിറങ്ങിയാലല്ലേ ഞാനും എന്റെ അനിയനും അനുഭവിക്കുള്ളൂ, നീ ചെയ്തതിനുള്ളതാണ് നീ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നീ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ശിക്ഷിക്കപ്പെട്ടിരിക്കുമെന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. അതിനുശേഷം പോലീസുകാര് ചന്ദ്രയെ വിളിച്ച് അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മുകുന്ദൻ അപ്പോ അർച്ചനയോട് പറയുന്നുണ്ട്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, കള്ളക്കേസ് ആർക്കും ആരുടെ പേരിൽ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കള്ളക്കേസുകൾ ഉണ്ടാക്കി പരിചയമുള്ളവർക്കാണല്ലോ ഇപ്പൊ ഈ ഗതി വന്നിരിക്കുന്നത് എന്നും പറഞ്ഞങ്ങനെ അർച്ചന അകത്തേക്ക് പോകുന്നുണ്ട്. രമ്യ അപ്പം മുകുന്ദനോട് പറയുന്നുണ്ട്, തെളിവെടുപ്പിനായി അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തായാലും നന്നായി മുകുന്ദേട്ടാ, എല്ലാം എങ്ങനെ നടന്നുവെന്ന് നമുക്കറിയാൻ കഴിയല്ലോ എന്ന് പറഞ്ഞ് മുകുന്ദനും രമ്യയും കൂടി അകത്തേക്ക് പോവുകയാണ്. രുക്കുവും അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോൾ മഞ്ജു പേടിച്ചു വരച്ച് രുക്കുവിന്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രുക്കു ഇന്ദ്രേച്ചി ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് കുരുക്കാവൂ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, കുരുക്കായാൽ ഞാൻ അത് അഴിച്ചിരിക്കും എന്ന് പറഞ്ഞ് രുക്കുവും അകത്തേക്ക് പോകുന്നുണ്ട്. അച്ചു പിന്നീട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളത് ഇവിടെ എവിടെയാണ് വെച്ചത്, എങ്ങനെയാണ് വെച്ചത്, അതൊന്ന് കാണിക്കുക എന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, അത് ഞാൻ ബാഗിലാണ് കൊണ്ടുവന്നത്, ആ ബാഗ് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെച്ചു, അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ അച്ചു എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട്, അതിനുശേഷം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, രുക്കു നീ പറ, എന്താണ് ബാക്കി സംഭവിച്ചതെന്ന് നിനക്കല്ലേ അറിയേ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, എനിക്കോ ഇത് നടന്നു എന്നാണ് ചേച്ചി പറയുന്നത്, എനിക്കൊന്നും അറിയില്ല എന്നങ്ങനെ പരിങ്ങിക്കൊണ്ട് പറയാണ്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, ആ ബാഗ് പിന്നെ എങ്ങനെയാണ് അലമാറയിൽ വന്നത്, രുക്കു നീ കൊണ്ടുവച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ രക്ഷപ്പെടാനായി പറയുന്നുണ്ട്, ചന്ദ്രേച്ചിയായിരിക്കും കൊണ്ടുവച്ചത്, അലമാറ തുറന്നപ്പോഴാണ് ഞാൻ ആ മുക്കുപണ്ടം കണ്ടതെന്ന് പറയാണ്. ചന്ദ്രയാണെങ്കിൽ ഇവളും എന്നെ ഒറ്റിക്കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്ര മഞ്ജുവിനോട് പറയുന്നുണ്ട്, മഞ്ജു നിനക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും, നീ പറയേ എന്ന് പറയാണ്. മഞ്ജു അപ്പൊ ആകെ പതറിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ലല്ലോ, ഞാൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചതുപോലും ഇല്ല എന്ന് പറയാണ്. അമ്മയപ്പ പറയുന്നുണ്ട്, മഞ്ജു ചേച്ചിയല്ലേ അതെല്ലാം എന്നെ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചത് മുക്കുമണ്ഡങ്ങളാണെന്ന് അറിയാതെയാണ് എന്നങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആർക്കൊക്കെ എന്തെല്ലാം അറിയാമെന്ന് നമുക്ക് വഴിയെ തീരുമാനിക്കാം, തെളിവെടുക്കാൻ കൊണ്ടുവന്ന പ്രതിക്കെതിരെ ക്ഷേണുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല, തൊണ്ടി മുതൽ അലമാറയിൽ കൊണ്ടുവച്ചത് നിങ്ങൾ തന്നെയല്ലേ, കാണാതെ അതിക്രമിച്ചു കയറി അതെങ്ങനെയാണ് കൊണ്ടുവച്ചതെന്ന് നിങ്ങളൊന്ന് കാണിക്കേ
എന്നങ്ങനെ അച്ചു പറയുന്ന സമയത്ത് ചന്ദ്ര നിന്ന് വേർക്കാണ്. തനിക്ക് തല കറങ്ങുന്നത് പോലെ ചന്ദ്ര അഭിനയിക്കുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ അച്ചു നിങ്ങൾ അവിടെ ഇരിക്കുകയെന്ന് പറയാണ്. വെള്ളം എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറയാണ്. അർച്ചന അപ്പം തന്നെ രമ്യയോട് വെള്ളം എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. രമ്യ അങ്ങനെ വെള്ളം കൊടുന്നു കൊടുക്കുകയാണ്. ചന്ദ്ര അത് കുടിക്കുന്നുണ്ട്. അച്ചു അപ്പം പറയുന്നുണ്ട് ഇങ്ങനെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് പ്രതികൾക്ക് വരാറുള്ള അസുഖങ്ങളാണ് ഇതൊക്കെ. പ്രതികൾ പല ഷോയും കാണിക്കും എന്നങ്ങനെ അച്ചു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇത് സത്യമായിട്ട് ഷോ അല്ല, എനിക്ക് ശരിക്കും തലകറക്കം വന്നതാണെന്ന് പറയാണ്. അച്ചു അപ്പോൾ വനിതാ പോലീസുകാരോട് പറയുന്നുണ്ട് ഇവരെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയെന്ന്. അങ്ങനെ തെളിവെടുപ്പ് മതിയാക്കി ചന്ദ്രയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പുറത്ത് വന്നതിന് ശേഷം ചന്ദ്ര അർച്ചനയോട് പറയുന്നുണ്ട് എന്നെ നീ പരമാവധി നാണം കെടുത്തിയല്ലേടി, ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നീ സൂക്ഷിച്ചോ. ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത കുറ്റമൊന്നുമല്ല ഞാൻ ഈ ചെയ്തത്. 4 ദിവസം കഴിഞ്ഞ് നിന്നെ ഞാൻ കാണാൻ വരും, അപ്പൊ നമുക്ക് കാണാമെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന പ്രതിക്ക് ക്ഷീണുണ്ടാവുന്ന പ്രതികരണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. എന്നാലും പറയാതെ വയ്യ. അപ്പോൾ നീ അനുഭവിക്കുന്ന അവസ്ഥകൾ എൻ്റെ അനിയൻ അനുഭവിക്കുന്നത് കാണാനാണല്ലോ നീ ഇത്രയും വൃത്തികെട്ട കളികൾ കളിച്ചത്. ഇതിൻ്റെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആവുമെന്ന് നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഇതിൽ നിന്നൊന്നും അത്ര പെട്ടെന്ന് ഊരി പോവില്ല ചന്ദ്രലേഖെ എന്ന് അർച്ചന പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ കോടതിയിലേക്ക് വാടി, കോടതിയിൽ വെച്ച് എൻ്റെ ഭർത്താവ് നിന്നെ നിർത്തി പൊരിക്കുമെന്ന് പറയുമ്പോൾ അർച്ചന ചന്ദ്രയെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവിടെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് അവിടെ നിന്നും ചന്ദ്രയെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചന്ദ്ര പോയതിനു ശേഷം രുക്കുവിനും മഞ്ജുവിനും ഒരാശ്വാസമാവുകയാണ്. രമ്യ അർച്ചനയോട് പറയുന്നുണ്ട് തെളിവെടുപ്പിന് അവര് സഹകരിച്ചതേ ഇല്ലല്ലോ ചേച്ചി എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് അവര് സഹകരിച്ചില്ലെങ്കിൽ വനിതാ പോലീസുകാര് അത് നോക്കിക്കോളും, അവര് സഹകരിപ്പിച്ചോളും എന്ന് മുകുന്ദൻ അങ്ങനെ പറയാണ്. മഞ്ജു ആണെങ്കിൽ തന്റെ നേർക്ക് സംശയമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാലും ഈ വീട്ടിൽ കയറി വന്നിട്ട് ആ മുക്കുമണ്ട കേസിലെ ഇവിടെയുള്ളവരെ കുറ്റക്കാരാക്കുന്നത് പോലെ സംസാരിച്ചത് തീരെ ശരിയായില്ല എന്നങ്ങനെ പറയാണ്. രുക്കു ആണെങ്കിൽ തല താഴ്ത്തി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.